എന്നത്തെയും പോലെ തന്നെ രാവിലെ ദൈവത്തിനെ പോയി പ്രദക്ഷിണം ചെയ്ത് നമസ്കാരം ചെയ്ത് എന്നിട്ട് പറഞ്ഞു എൻ്റെ മനസ്സ് കാത്തോണേന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഞാൻ വാതിലൊക്കെ തുറന്ന് അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ നമ്മളെ ചെമ്പൻ കുഞ്ഞും എല്ലാം ഉണ്ടോ എന്നൊക്കെ നോക്കി. എന്നിട്ട് നേരെ അങ്ങോട്ട് പോയി നമ്മുടെ സാമ്രാജ്യമായ അടുക്കളയിലോട്ടിടാം. പിന്നെ ഇന്നലെ വെച്ച പച്ചക്കറി എല്ലാം കൂടെ കുടഞ്ഞിട്ടു. പിന്നെ ഇന്ന് കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ പടവലങ്ങ തോരൻ, പിന്നെ നമ്മുടെ ചേനയാണ് ഒഴിക്കാൻ വേണ്ടി താരം. രാവിലെ കഴിക്കാനായിട്ട് നമ്മുടെ ഗോതമ്പിൻ്റെ റവയാണ് കേട്ടോ. മയിൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഗോതമ്പ് റവയാണ്. മണ്ണ് പോലത്തെ ഗോതമ്പ് റവയാണ്, പക്ഷെ മണ്ണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഉപ്പുമാവ് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ കുറേ കുനുകുനെ അരിഞ്ഞിട്ട് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി ചെയ്തു, പിന്നെ പടവലങ്ങ തോരൻ ചെയ്തു. പിന്നെ നമ്മുടെ ചേന അങ്ങോട്ട് നല്ലതുപോലെ വേവിച്ചിട്ട് കുരുമുളകൊക്കെ ചതച്ച് ഒഴിക്കാനായിട്ട് ചേനയുടെ മെഴുക്ക് വരട്ടിയും ചെയ്ത് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ചൂട് കാലത്ത് ഈ ചേന നല്ല തണുപ്പനാണ്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട് കഴിക്കണേ. അപ്പോൾ രാവിലത്തേനും ഉപ്പുമാവ് ചേട്ടനും എനിക്കും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് എടുത്ത് ഞാൻ കടയിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്കുള്ള ചോറും അങ്ങോട്ട് എടുത്തേട്ടോ. കുഞ്ഞു കുഞ്ഞു പാത്രത്തിൽ മെഴുക്ക് വരട്ടിയും തോരനും എല്ലാം എടുത്തിട്ട് ഒരു തവി അങ്ങോട്ട് ചോറും എടുത്ത് എല്ലാം അങ്ങോട്ട് കെട്ടി ബാഗിനകത്ത് വെച്ച് ഞാൻ ഇനി അങ്ങോട്ട് പോകുവാണേ.